ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമ്മൾ ഒരു കൊച്ചു പിഞ്ചു പൈതലിനെ കുറിച്ച് ആ പിഞ്ചു പൈതൽ എങ്ങനെ ഉത്തരം പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എന്നാൽ അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. 1 കൊരിന്ത്യർ 1 അധ്യായത്തിൻ്റെ 27 വാക്യം. 1 കൊരിന്ത്യർ 1 അധ്യായത്തിൻ്റെ 27 വാക്യം. കുഞ്ഞുങ്ങൾ വാക്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ടെന്നാണ് അമ്മച്ചി വിചാരിക്കുന്നത്. വാക്യങ്ങൾ പഠിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾക്കും വാക്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ അവർക്ക് പ്രയോജനമായിട്ട് വരും. നമുക്ക് ഇന്ന് വാക്യം പഠിക്കാം. 1 കൊരിന്ത്യർ 1 അധ്യായത്തിൻ്റെ 27 വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. വാക്യം വളരെ ഈസിയാണ്. ബലമുള്ളതിനെയും ആരോഗ്യമുള്ളതിനെയും വളരെ ശക്തിയുള്ളതിനെ ഒന്നുമല്ല ദൈവം തിരഞ്ഞെടുത്തത്. വളരെ ബലഹീനവും നികൃഷ്ടവുമായിട്ടുള്ള കാര്യങ്ങളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ബലമില്ലാത്തതിനെയൊക്കെയാണ്, ജ്ഞാനികളെ ഒന്നുമല്ല, അതിന് പകരം ജ്ഞാനമില്ലാത്തവരെയാണ് ദൈവം തിരഞ്ഞെടുത്ത് അവരെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിച്ചെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണല്ലോ. ആ കുഞ്ഞ് അത്ര ബലമുള്ള കുഞ്ഞൊന്നും ആയിരുന്നില്ല, എന്നാൽ കൊച്ചു കുഞ്ഞാണ്. ജ്ഞാനം അതിനെക്കൊണ്ട് വളരെ വലിയ കാര്യം ദൈവം ചെയ്യിപ്പിച്ചു എന്നാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. 1 കൊരിന്ത്യർ 1:27 വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. നമ്മൾ കഴിഞ്ഞ ദിവസം റൊമാൻസിനെക്കുറിച്ച്, രക്തസാക്ഷിയ റൊമാൻസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ റൊമാൻസ് ചക്രവർത്തിയുടെ മുമ്പാകെ നിന്നപ്പോൾ ഒരു ചക്രവർത്തി പറഞ്ഞു, യേശുക്രിസ്തു ഇന്നലത്തെ ദൈവമാണ്, മരിച്ച ദൈവമാണെന്ന്. അപ്പോൾ അവിടെ നിന്നൊരു കുഞ്ഞിനോട് റൊമാൻസ് ചോദിച്ചു. 7 വയസ്സായ കുഞ്ഞാണ്. ആ കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞ്, നമ്മൾ യേശുക്രിസ്തു എന്ന ഏക ദൈവത്തെ സേവിക്കണമോ? ആ കുഞ്ഞ് പറഞ്ഞു, യേശുക്രിസ്തു എന്ന ഏക ദൈവത്തെ മാത്രം സേവിച്ചാൽ മാത്രമേ. റൊമാൻസിൻ്റെ ധൈര്യവും ഈ കൊച്ചു കുഞ്ഞിൻ്റെ വാക്കുകളും കേട്ടപ്പോൾ ചക്രവർത്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കാരണം ചക്രവർത്തിയുടെ മുമ്പാകെയാണ് ഈ കുഞ്ഞു പറയുന്നത്. അപ്പോൾ റൊമാൻസ് പറഞ്ഞുകൊണ്ടിരുന്നു. അത് റൊമാൻസ് ഒരു പ്രായമുള്ള വ്യക്തിയാണല്ലോ. എന്നാൽ ഈ കൊച്ചു കുഞ്ഞ് പറഞ്ഞപ്പോൾ ചക്രവർത്തിക്ക് ഭയങ്കര ദേഷ്യമായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഈ കുഞ്ഞ് വളരെ ധൈര്യത്തോടു കൂടി വീണ്ടും പറഞ്ഞു, കർത്താവ് മാത്രമേ ഏക ദൈവമുള്ളൂ, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഇത് കേട്ടിട്ട് ചക്രവർത്തി ചോദിച്ചു, നിനക്കിതെങ്ങനെ മനസ്സിലായി? അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു, ഇതെൻ്റെ അമ്മയിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. ആ കുഞ്ഞിൻ്റെ അമ്മയെ വിളിച്ചു. കുഞ്ഞിൻ്റെ അമ്മയെ മുന്നിൽ നിർത്തിയ ശേഷം പറഞ്ഞു, ഭയങ്കര ദേഷ്യമായി ക്രുദ്ധനായ രാജാവ് ഉടനെ പറഞ്ഞു, ആ ബാലനെ ചാട്ടവാർ കൊണ്ട് കഠിനമായി മർദ്ദിക്കണം. അപ്പോൾ ഈ അമ്മയുടെ മുമ്പിൽ വച്ചാണ് ഈ ചാട്ടവാർ കൊണ്ട് ഈ കുഞ്ഞിനെ മർദ്ദിക്കുന്നത്. ചാട്ടവാർ കൊണ്ടുള്ള അടിയേറ്റ് പൊളയുന്ന കുഞ്ഞിനെ കണ്ടിട്ട് ആ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായിട്ട് ഒഴുകുകയാണ്. അവരുടെ ഹൃദയം നൊന്ത് അവർ കരയുകയാണ്. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് തരണം. അപ്പോൾ ദാഹം സഹിക്കവയ്യാതെയാണ്, അവൻ്റെ തൊണ്ട വരണ്ടു. അമ്മ ബാലനോട് പറഞ്ഞു, മകനെ, കാൽവറി ക്രൂശിൽ കിടന്ന് കർത്താവ് എത്രമാത്രം ദാഹിച്ചു നിനക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി, പാപശിക്ഷയിൽ നിന്ന് നമ്മളെ ദൈവമക്കളാക്കി തീർക്കുന്നതിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി എത്രമാത്രം ദാഹം സഹിച്ചു. എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവും പറഞ്ഞു എന്ന് അവൻ്റെ അമ്മ പറഞ്ഞു. അങ്ങനെ അവൻ്റെ അമ്മ അവനെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. അവനോട് പറഞ്ഞു, മോനെ, നമ്മളൊക്കെ പാപികളാണ്,
പാപികളായിട്ടുള്ളവർ നമ്മെ മരിക്കേണ്ടവരാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അങ്ങനെ പാപമായി നമ്മുടെ ശിക്ഷ വഹിച്ചുകൊണ്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. അവങ്കിലേക്ക് നീ കണ്ണുയർത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ ബാലനെ ധൈര്യപ്പെടുത്തി. അപ്പോൾ അത് കണ്ട് രാജാവ് ഏറ്റവും കോപിഷ്ഠനായി ആ പിഞ്ചു പൈതലിൻ്റെ തലമുടി വലിച്ചു പറിക്കുവാൻ തുടങ്ങി. കൂടാതെ അവൻ്റെ നെറ്റിയിൽ നിന്ന് തൊലി ഉരിച്ചെടുക്കുവാനും കൽപ്പിച്ചു. അങ്ങനെ ആ ബാലൻ്റെ നെറ്റിയിൽ നിന്ന് അവർ തൊലി ഉരിച്ചെടുക്കുകയാണ്. ബാലിന് കഠിനമായ വേദന സഹിക്കുവാനായിട്ട് അവനെ വിട്ടുകൊടുത്തു. തലമുടി പറിച്ചു പറിക്കുമ്പോൾ നമുക്കറിയാം എന്ത് വേദനയാണെന്ന്. തൊലി പറിച്ചാൽ എന്തോരം വേദനയാണ്. ഈ സമയമെല്ലാം അവൻ്റെ അമ്മ അവൻ്റെ അടുത്ത് നിന്നാണ്, ആ അമ്മയുടെ അടുത്ത് നിർത്തിയാണ് അവനെ താലോടിക്കൊണ്ട് അവനെ ധൈര്യപ്പെടുത്തി പറഞ്ഞു. ആരാച്ചന്മാർ കൊല കത്തിയുമായി വന്നപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, മകനെ, നീ അമ്മയ്ക്ക് മുമ്പായി പോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ സ്നേഹിച്ച, നിനക്ക് വേണ്ടി ജീവൻ വെച്ച, നിന്നെ രക്ഷിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. പിഞ്ചു പൈതലിൻ്റെ കഴുത്തിന് നേരെ വാളുയർന്നപ്പോൾ അവൻ്റെ അമ്മ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ തൃക്കൈയിൽ ഫലിപ്പിക്കുന്നു. അവൻ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണല്ലോ. അവസാനമായി ചലനമറ്റ ശിരസിൽ ആ മാതാവിൻ്റെ കണ്ണുനീർ ഒഴുകി. അതിനുശേഷം ആ പിഞ്ചു പൈതലിനെ കൊന്നതിന് ശേഷം ആ മാതാവിനെയും കൊന്നുകളഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ ധൈര്യത്തോടു കൂടി നിൽപ്പാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമോ? എന്നാൽ നമുക്ക് മുമ്പിലുള്ള അനേകർ അവർ ധൈര്യത്തോടു കൂടി നിന്ന് നമുക്ക് അവരെക്കുറിച്ച് ഓർക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് വേണ്ടി നിന്നേറ്റ കർത്താവിനെ നമുക്ക് ഓർക്കാം. അവൻ്റെ വലിയ അവനെ മാത്രം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ദുഷ്ട നിറഞ്ഞ ലോകത്തിൽ കർത്താവിനായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പിറുപിറുപ്പുകളെ ക്ഷമിക്കണമേ. ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ ശ്രേഷ്ഠരായിട്ട് നിൽപ്പാൻ, പാപമില്ലാത്തവരായിട്ട് നിൽപ്പാൻ, വിശുദ്ധരായിട്ട് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ അമ്മയപ്പന്മാരെ സൂക്ഷിക്കണം. പരീക്ഷയിൽ ഞങ്ങളെ വിടുവിക്കണം. എല്ലാം യേശുർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ആ ഓൾ എന്ന പ്രൊവിഷനിൽ കൂടെ കൈ അമർത്തണം. അപ്പോൾ ആൻറ്റി എപ്പോൾ ഇടുന്നു അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.